സംസ്ഥാനത്ത് വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ കൈവില്ല. ഇടുക്കി മുള്ളരിങ്ങാട്ട് ജനങ്ങളുടെ ഉറക്കം നഷ്ടമായിട്ട് ഒരുപാട് നാളുകളായി. രാത്രി മയങ്ങാൻ കാത്തുനിൽക്കുന്ന കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഉണ്ടാക്കുന്ന ശല്യം ചെറുതല്ല. കൂട്ടമായി എത്തുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തുമെന്ന് പറയുകയല്ലാതെ വനംവകുപ്പ് യാതൊന്നും ചെയ്യുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. 2024 ഡിസംബർ 29 മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹിയെ ഓർമ്മയില്ലേ? ആ സംഭവത്തിന് പിന്നാലെ വനം വകുപ്പ് ഈ നാട്ടുകാർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ പൂർണ്ണമായും ഉൾവനത്തിലേക്ക് തുരത്തും. മാത്രമല്ല, ഏതെങ്കിലും വിധത്തിൽ കാട്ടാനകൾ തിരികെ എത്തിയാൽ തടയുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ കിടങ്ങുകുഴിക്കും, ഇലക്ട്രിക് ഫെൻസിംഗ്, സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. കാട്ടാനകൾ ഇപ്പോഴും ജനവാസ മേഖലയിൽ വിഹരിക്കുകയാണ്. കഴിഞ്ഞ 20 ദിവസമായി വൈകിട്ട് 7 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ കാട്ടാനകൾ കൃത്യമായി ജനവാസ മേഖലയിലേക്ക് എത്തും. വീടിന്റെ മുറ്റത്തും പറമ്പിലുമുള്ള കൃഷികൾ പൂർണ്ണമായും നശിപ്പിക്കും. തെങ്ങ്, വാഴ, കൊക്കോ, പ്ലാവ്, കന്നാര ഇതൊക്കെയാണ് ഇപ്പോൾ കാട്ടാനകളുടെ ഇഷ്ടഭക്ഷണം. വാസ്തവത്തിൽ കാട്ടാന ആക്രമണത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടി. 15 കുട്ടികൾ പഠിക്കുന്ന അമയൽത്തൊട്ടിയിലെ അങ്കണവാടിയുടെ മുറ്റത്തുവരെ കഴിഞ്ഞ ദിവസം ആനയെത്തി. ഇടവേളകളില്ലാതെ നിരന്തരം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ ഭയന്ന് നാട്ടുകാർ തന്നെ ഒരുക്കിയിരിക്കുന്ന കമ്പും കോലും കല്ലും ഉപയോഗിച്ചുകൊണ്ടുള്ള സംരക്ഷണ വേലിയാണ് ഈ കാണുന്നത്. ഇതിൽ തന്നെയുണ്ട് വനം വകുപ്പിന് നാട്ടുകാരോടുള്ള സമീപനവും. ഞങ്ങൾ നേരത്തെ ആനയ്ക്ക് കാവൽ ഇരുന്നുകൊണ്ടിരുന്നു. ആന ഫെൻസിങ്ങും തകർത്ത് 2 ആന തെക്കോട്ട് പോകുന്നതുകൊണ്ട് ഏത് അക്രമ സ്വഭാവമുള്ള ആനയാണോ എന്ന് അറിയാൻ പാടാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കാവൽ നിൽക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ഉദ്യോഗസ്ഥർ നമ്മളെപ്പോൾ വിളിച്ചാലും നല്ല മണ്ണ പറഞ്ഞാൽ മോശം പറയാനൊക്കില്ല. ഫെൻസിങ് ഇട്ടേക്കാന്ന് പറയും. അല്ല, ഇതുവരെ ഇടാനുള്ള നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ കാവൽ ഏർപ്പെടുത്താൻ നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പരമാവധി 20 ദിവസം നിന്നാൽ മതി. നേരമംഗലത്തിനപ്പുറം ചെമ്പൻകുഴിയിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫെൻസിങ് 20 ദിവസത്തിനുള്ളിൽ തീരും. ഈ ആനയെല്ലാം നമ്മൾ പെരിയാർ അക്കരെ കയറ്റി സ്വാഭാവിക വനത്തിലേക്ക് വിട്ടിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഈ ഫെൻസിങ് അഴിച്ചുകൊണ്ട് പോകാനുള്ള സ്ഥിതി വരെ ഉണ്ടാകുന്നതാണ്. ഇവിടെ നിലവിലിട്ടായിരുന്ന ഫെൻസിങ് അഴിച്ചുകൊണ്ട് പോകാനുള്ള സ്ഥിതി വരെ ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിലാണെങ്കിൽ ആ വാക്ക് പറഞ്ഞതല്ലാതെ ഉണ്ടല്ലോ, നല്ലൊരു പറ്റിക്കൽ ഞങ്ങളെ പറ്റിച്ചു. 5-8 ലക്ഷം രൂപയും പോയി. 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനവാസ മേഖലയിലാണ് കാട്ടാനകളുടെ ശല്യം രൂക്ഷം. RRT ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ആനയെ തുരത്താനുള്ള നടപടികൾ 3 മാസം മുൻപ് പറഞ്ഞതാണ്. ഫെൻസിങ്ങിനുള്ള ഫണ്ടുകൾ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ നടപടികളായിട്ടില്ല. 1 മാസമായി ഒരു പോള കണ്ണടയ്ക്കാനുള്ള ഉറങ്ങണില്ല. ഈ മുന്നോട്ട് വെക്കണതല്ലാതെ യാതൊരു പ്രതിവിധി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വലിയ താമസം കൂടാതെ നിങ്ങൾ മുഴുവൻ ചാനലുകാരും വരേണ്ടവരും അടുത്ത മരണം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. കാട്ടാനശല്യം രൂക്ഷമായതോടെ പലരും പ്രദേശത്ത് നിന്ന് വീട് ഉപേക്ഷിച്ച് പോവുകയാണ്. നാട്ടുകാർ സ്വന്തമായി പണം പിരിച്ച് ഫെൻസിംഗ് നിർമ്മിച്ച മേഖലയിൽ കാട്ടാനശല്യം കുറഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വനം വകുപ്പ് കാഴ്ചക്കാരായി നിൽക്കുകയാണ്. അതേസമയം MP-യുടെയും MLA-യുടെയും ഫണ്ട് ജില്ലാ കളക്ടർ കൈമാറിയിട്ടുണ്ടെന്നും പേപ്പർ ജോലി ശരിയായാൽ ഫെൻസിംഗിന്റെ പണികൾ ആരംഭിക്കുമെന്നുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ നാട്ടുകാർ ഒറ്റ ചോദ്യം മാത്രമേ ഉദ്യോഗസ്ഥരോട് ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ: എന്ന് കാട്ടാനശല്യത്തിന് പരിഹാരമാകും? ഇനിയും ഒരു ജീവൻ എടുക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമോ എന്നു മാത്രം. കാട്ടാനശല്യം തടയാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ യാതൊരു ഇടപെടലും മുള്ളരിങ്ങാട് മേഖലയിലില്ല. തുടർന്ന് നാട്ടുകാർ തന്നെ അവർക്ക് പറ്റും വിധം ചില ഫെൻസിങ്ങുകളൊക്കെ സ്ഥാപിച്ചു. എന്നാൽ അതും തകർത്താണ് കാട്ടാനകൾ ഇപ്പോൾ സ്വൈരി വിഹാരം ഇങ്ങനെ നടത്തുന്നത്. ഇനി വനം വകുപ്പ് തന്നെ ശാശ്വത പരിഹാരം കാണണം. അല്ലായെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഉൾപ്പെടെ നാട്ടുകാർ നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. നിഖിൽ നിളയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വനംവകുപ്പിന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ജനവാസ മേഖലയിലേക്ക് ജനങ്ങൾക്ക് ആനയിൽ നിന്നും രക്ഷ നേടാനുള്ള രീതിയിലുള്ള ഫെൻസിങ് ഇതുവരെ ചെയ്തിട്ടില്ല. നിലവിൽ ഞങ്ങൾക്കൊരു 8 കിലോമീറ്ററോടെ ഫെൻസിങ് തന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ബാക്ക് സൈഡിൽ നമുക്ക് ആനയിൽ നിന്നും ഒരു സംരക്ഷണം കിട്ടുള്ളൂ. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം മുതൽ മൊത്തം ആന കയറി അവിടെ ആക്രമിക്കുക. നമ്മുടെ MLA-യോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രതിനിധിയോ ഇതുവരെ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഫോറസ്റ്റ് ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല.
പെൻഷൻ വലിക്കാമെന്ന് പറഞ്ഞ് MLA ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം ഫണ്ട് വന്നിട്ടില്ല എന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. അങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഏതെല്ലാം രീതിയിൽ ഞങ്ങൾ വിഷമമുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് പറയാനറിയില്ല. അത്രയ്ക്കും വിഷമത്തിലാണ് ജീവിക്കുന്നത്. ഒരു കൊച്ചുങ്ങൾ സ്കൂളിൽ പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല നാട്ടിൽ. ഒരു ഹോസ്പിറ്റലിൽ പോകണ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരില്ല. അതിലുപരിയായിട്ട് പേടിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് ഈ ഒരു രാവിലെ കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കാനോ പുറത്തേക്കുള്ള ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. ആ നാട്ടുകാരുടെ ആശങ്കയാണ്. വനംവകുപ്പ് അത് കേൾക്കും, അതിന് പരിഹാരമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.